കടാത്തി ഷാജിയുടെ ഭയം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നും സ്വർണ്ണവൃക്ക എന്ന കഥ സ്വർണ്ണവൃക്ക. പാർക്കിലോ ക്ഷേത്രമുറ്റത്തോ അവർ ആദ്യം കണ്ടുമുട്ടിയത്? സുന്ദരൻ എന്ന അവളും സുന്ദരി എന്ന് അവനും മനസ്സിലോർത്തു. അവളുടെ മുഖകാന്തിയും ശരീര സൗന്ദര്യവും അവനെ ആകർഷിച്ചു. അവനിലെ വിഷാദഭാവമാണ് അവൾ ശ്രദ്ധിച്ചത്. അവർ സംസാരിച്ചടുത്തു. എന്താണിത്ര ദുഃഖം? ഞാൻ കോടീശ്വരനാണ്, ഭാഗ്യഹീനനുമാണ്. സത്യത്തിൽ ഞാൻ മരണത്തോട് അടുത്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 2 വൃക്കകളും തകരാറിലാണ്. അവൾ ഞെട്ടിവിറച്ചു. പണം കൊടുത്താൽ? ശ്രമിക്കാഞ്ഞിട്ടല്ല, എ നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ഒരാളെ കിട്ടണമല്ലോ. എൻ്റെ ഗ്രൂപ്പ് അതാണ്. അവൻ്റെ മുഖത്ത് പ്രകാശം. ഒരു വൃക്ക തന്ന് എനിക്കൊരു ജീവിതം തരുമോ? വൃക്കയോ? ഞാൻ എൻ്റെ ഹൃദയം തരും. പ്രണയത്തിൻ്റെ വസന്ത ദിനങ്ങളിൽ അവനൊരു വൃക്ക കൊടുത്തു. 2 കൈകളും നീട്ടി അത് വാങ്ങി അവൻ്റെ അച്ഛൻ പറഞ്ഞു, മോളാണിവൻ്റെ ഐശ്വര്യം. ഓപ്പറേഷൻ കഴിഞ്ഞു, വിജയകരം. അവൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്നു. സന്തോഷം നിറഞ്ഞൊരു ദിവസം അവൾ ചോദിച്ചു, എന്നാണ് നമ്മുടെ കല്യാണം? ഉടനെ തന്നെ നടത്താം. പക്ഷേ? എന്തു പക്ഷേ? അച്ഛൻ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കോടികളുടെ സ്ത്രീധനം വേണ്ടെന്ന് വെക്കില്ല അച്ഛൻ. ചികിത്സയ്ക്ക് ധാരാളം പണമായല്ലോ. എൻ്റെ വൃക്കയോ? ബാഗിൽ നിന്നും ഒരു പൊതിയെടുത്തു കൊടുത്തിട്ടവൻ പറഞ്ഞു, പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതലുണ്ട്. അവർ പൊതി തുറന്നു. ഒരു സ്വർണ്ണവൃക്ക, 20 പവനുണ്ട്. ശുദ്ധമായ 916 സ്വർണം. എന്നാലും ലാഭം അച്ഛന്. അവർ പരസ്പരം നന്ദി പറഞ്ഞു പിരിഞ്ഞു. കടാത്തി ഷാജിയുടെ ഭയം എന്ന ചെറുകഥാ സമാഹാരത്തിൽ നിന്നുള്ള സ്വർണ്ണവൃക്ക എന്ന കഥയാണ് കേട്ടത്. നന്ദി.